സംസ്ഥാനത്ത് യു.ഡി.എഫിന് അനുകൂല സാഹചര്യമാണെന്ന് കഴക്കൂട്ടത്തെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദ്. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം എസ്.ഐ.ആറും പോളിംഗ് ശതമാനം ഉയരാൻ കാരണമായി. കഴക്കൂട്ടത്ത് 100% വിജയപ്രതീക്ഷയുണ്ടെന്നും ശരത്ചന്ദ്ര പ്രസാദ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന വോട്ടിംഗിൽ വലിയ ഒരു പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരുന്നത്. സ്ഥാനാർത്ഥികളെല്ലാം അപ്പോഴും വലിയ വിജയപ്രതീക്ഷയിലാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ കഴക്കൂട്ടം യു.ഡി.എഫ് സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദാണ് ചേരുന്നത്. സർ, സംസ്ഥാനമാകെ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ഒരു മണ്ഡലം കൂടിയാണ് ഈ കഴക്കൂട്ടം. അപ്പോൾ വലിയ ഒരു വോട്ടിംഗ് ശതമാന കണക്കൊക്കെയാണ് പുറത്തു വരുന്നത്. ഈ പ്രാവശ്യം 78%. കഴിഞ്ഞ പ്രാവശ്യം 71%. അതിനെങ്ങനെ നോക്കിക്കാണുന്നു? 100% വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ വോട്ടിങ്ങിന് വരാതിരുന്ന പഴയകാല യു.ഡി.എഫുകാർ, കോൺഗ്രസ്സുകാർ ഇത്തവണ ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്നറിഞ്ഞപ്പോൾ അവർ വോട്ട് ചെയ്യാൻ തയ്യാറായി. അവർ വന്നു. അവർക്കൊരു എനിക്ക് അവിടുത്തെ ഒരു 40-45 കൊല്ലത്തെ ബന്ധം ഈ കഴക്കൂട്ടം മണ്ഡലമായിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് ചെമ്പഴന്തി SN കോളേജിൽ നിന്ന് ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അന്ന് മുതൽ കഴക്കൂട്ടം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എനിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ സംസ്ഥാനത്ത് തന്നെ വലിയൊരു പോളിംഗ് ശതമാന കണക്കാണല്ലോ. അപ്പോൾ ഇത് യു.ഡി.എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണോ? ഈ കണക്ക് യു.ഡി.എഫിന് അനുകൂലമായിട്ടുള്ളതാണ്. എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ജില്ലകളിൽ ഇപ്പോൾ ഈ 77, 78 എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ജില്ലകളിലൊക്കെ യു.ഡി.എഫിന് നല്ല നേട്ടമുണ്ടാകുന്ന ജില്ലകളായിട്ടാണ്. അതേസമയം ചില ജില്ലകളിലൊരു 73 പറയുന്ന ജില്ലകളിലും അവിടുത്തെ ഒരു സാഹചര്യങ്ങളുണ്ട്. അതനുസരിച്ചുമുള്ളൊരു ഗുണവും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ആ സാഹചര്യത്തിലും LDF ഉന്നയിക്കുന്നത് അവരുടെ ഈ വികസന നേട്ടങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ SIR കഴിഞ്ഞിട്ടുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അത്തരം സാഹചര്യത്തിലാണ് ഈ അല്ലെങ്കിൽ ഈ പോളിംഗ് ശതമാനം കൂടിയ SIRന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് വന്നതിന് ശേഷമുള്ള ഒരു ഇതിൽ സ്വാഭാവികമായി അവർ പറയുന്ന കുറച്ചൊരു കാര്യമുണ്ട്. പക്ഷേ അതിനും അപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ SIRന്റെ വെറും ക്ലിയർ വോട്ടേഴ്സ് ലിസ്റ്റ് ആണെങ്കിൽ 97% വരണം. അപ്പോൾ ഒരു 100% വിജയപ്രതീക്ഷയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു കണക്കുകൾ ലഭിച്ചിട്ടുണ്ടാവും. ഈ വിജയപ്രതീക്ഷ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷം കണക്ക് കൂട്ടുന്നുണ്ടോ? ഒരു സാധാരണ ഭൂരിപക്ഷത്തിലേക്കല്ല, കംഫർട്ടബിൾ മെജോറിറ്റിയിൽ തന്നെ വരും. അത് അഭിമാനകരമായ ഒരു മെജോറിറ്റി തന്നെയായിരിക്കും യു.ഡി.എഫിന് ഉണ്ടാകുന്നത്. മൊത്തത്തിലുള്ള ഒരു കണക്കുകൂട്ടൽ വെച്ച് തുടർഭരണം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് യു.ഡി.എഫ്. 100% തുടർഭരണം ഉണ്ടാവില്ല. യു.ഡി.എഫ് ഭരിക്കും. ഇത്തവണ യു.ഡി.എഫ് ഭരിക്കും. യുഡിഎഫ് ഭരിച്ചില്ലെങ്കിൽ കേരളം ഇതോടെ തീർന്നുവെന്ന് വിചാരിക്കുക. അത്ര ധാർഷ്ട്യമുള്ളൊരു ഭരണമായിരിക്കും വരാൻ പോകുന്നത് LDF തുടർഭരണം ഉണ്ടായാൽ. അതുകൊണ്ട് ജനങ്ങൾക്ക് കഴിഞ്ഞ തവണ ഒരു അബദ്ധം പറ്റിപ്പോയെന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ തന്നെയാണ്, തുടർഭരണം ഉറപ്പായും ഉണ്ടാകില്ല. കഴക്കൂട്ടത്ത് UDF അധികാരത്തിൽ വരും. ഈ ശരത്ചന്ദ്ര പ്രസാദ് 100% വിജയപ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. ക്യാമറമാൻ ചിബു ഷെഡിച്ചേരിയോടൊപ്പം സനീറ്റ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.